സിനിമയിൽ നിന്ന് എന്താണ് അജു മനസ്സിലാക്കിയത്? അത് വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യമായി പോയി. മറ്റുള്ളവരുടെ കൃഷി നോക്കി നമ്മളിവിടെ വിളവറക്കാൻ അടുപ്പ് കത്തിച്ചിട്ട് കാര്യമില്ല. ശരി. അപ്പൊ അത് ഞാനൊരു പ്ലാൻ ബി ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ സമയത്തിന് ഉണ്ടാക്കി തരുന്നൊരു മെഷീൻ അല്ലല്ലോ ഒരു തിരക്കഥ. ട്രോളൊക്കെ പേടിച്ചിട്ട് ഞാൻ ഈ ഇളക്കമൊക്കെ ഒന്ന് കുറച്ചു. അത് ശരി. അപ്പൊ വിനീത് കട്ട് വിളിച്ചിട്ട് ഞാൻ വന്നിരിക്കുമ്പം ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ട് വിനീത് പറയും, ഇതെന്താ അവിടെ തരാത്തെ? അത് ശരി. അപ്പൊ ഞാൻ പറയും, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അശ്വന്ത് ഗോകിനൊക്കെ മനസ്സിൽ വരും. ഇപ്പൊ എന്ത് കോമഡിയാണ് ക്ലിക്ക് ചെയ്യാറുള്ളത്? ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ബെസ്റ്റ് ഹ്യൂമർ റെഫറൻസുകൾ നമ്മളുടെ പ്രിയൻ സാർ, ശ്രീനി സാറിൻ, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വന്ന സിനിമകൾ ഹ്യൂമറിന്റെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബെഞ്ച് മാർക്ക്. ഇന്നത്തെ ഹ്യൂമറിന് എനിക്കൊരു ബെഞ്ച് മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മളന്ന് പള്ളിപ്പറമ്പ് വെച്ച് കണ്ട കുറച്ച് വർഷങ്ങളായി. അതെ. അതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല അല്ലെ? ഞാൻ കാണുന്നുണ്ട്. അല്ല, നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്നോ. ഇത്രയും വർഷങ്ങളായി സിനിമയിൽ നിന്ന് എന്താണ് അജു മനസ്സിലാക്കിയത്? അത് വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യമായി പോയി. ഏതൊരു ജോലി ചെയ്യുമ്പോൾ ആര് മനസ്സിലാക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്പെസിഫിക് ആയിട്ട് അതിനൊരു ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല. പ്രേക്ഷകർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ജോലികൾ കുറെ ഇല്ല അല്ലെ? സിനിമ അതിലൊരെണ്ണമാണ്. പ്രേക്ഷകർക്കും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ജനങ്ങൾക്ക്. അപ്പൊ നമുക്കൊരു ഫിക്സ്ഡ് നയം പറ്റൂന്ന് എനിക്ക് തോന്നില്ല അല്ലെ? അവരുടെയും കൂടെ തൃപ്തിക്കനുസരിച്ച് നമ്മൾ നമ്മുടെ നയങ്ങൾ മാറ്റണം, താല്പര്യങ്ങൾ മാറ്റണം. പിന്നെ ഒരു കഥാപാത്ര നടൻ എന്നുള്ള നിലയ്ക്ക് തുടക്കത്തിൽ ഞാൻ ഒട്ടും ചൂസി അല്ലായിരുന്നു. എനിക്ക് എല്ലാം ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോസ്റ്റ് കോവിഡ് സമയം ഞാനത് കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വേണം എന്നുള്ളൊരു തീരുമാനം എടുത്തു. ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റി വീണ്ടും ഇടയ്ക്കൊന്ന് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു നിരന്തരമായ ഒരു ഫിക്സ്ഡ് റൂൾ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഒരു സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് ഹ്യൂമർ വേഷങ്ങൾ കൂടി സീരിയസ് ചെയ്യണം. ഞാൻ ഫോഴ്സ് ചെയ്ത് കുറച്ച് സീരിയസ് വേഷങ്ങൾ. ഇപ്പം കാണുന്നവര് മറ്റേത് ചെയ്യണം, സീരിയസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ ഞാൻ അതിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തേ. അപ്പൊ ഞാൻ മനസ്സിലാക്കി അത് നമുക്ക് അടുപ്പിച്ച ഒരു ഭക്ഷണം തന്നെ തന്നാൽ നമുക്ക് മടുപ്പ് വരും. സത്യം, പാർട്ട് ഓഫ് നമ്മുടെ ജീവിതമാണ്. അപ്പൊ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക എന്നുള്ളത് ഉണ്ട്. ഇതിപ്പോ പഠിച്ചു തീരുന്നൊന്നും പഠനം കണ്ടിന്യൂസ്, ഒരു അന്ത്യമില്ല എന്ന് മനസ്സിലായി. ഈ പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ഒരടുപ്പം അല്ലെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള കണക്ട് ഉള്ളതാണ് ഒരു മേഖലയാണ് സിനിമ. അപ്പൊ അവര് കരുതുന്നത് നിങ്ങളുടെ കഥാപാത്രങ്ങളിലൂടെ അവർ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി എന്നാണ്, അല്ലെങ്കിൽ അവര് നിങ്ങളെ ചെയ്യുന്നതാണ്. ഇത് എത്രമാത്രം പ്രഷറാണ് ഒരു നടന്? ഹീറോസിന് കുറച്ചുണ്ട്, കൂടുതലായിരിക്കാം. എനിക്ക് അങ്ങനെ സീരീസിൽ ലീഡ് ക്യാരക്ടർ ചെയ്ത കക്ഷിയായി പറയുന്നു. ലീഡ് ഞാൻ ഒരിക്കലും അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ലീഡ് ക്യാരക്ടർ എന്ന് പണ്ട് തൊട്ടേ ലീഡ് റോൾസ് എൻ്റെ എയിമൊന്നും വന്നിട്ടില്ല ഇന്നും. ക്യാരക്ടർ ആക്ടേഴ്സിന് പ്രഷർ ഹീറോസിന് അത്ര ചിലപ്പോൾ ഉണ്ടാവില്ല. അവർക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടുതലാണ്. കുറച്ചും കൂടി അല്ല, നല്ല ഉത്തരവാദിത്വം ഉണ്ട്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം, ഒരേ കാര്യം നമ്മൾ തുടരുന്നത് എത്ര നാളെന്നുള്ളത്. ചിലപ്പം നമ്മളിൽ നിന്ന് മാറ്റാൻ അടുത്ത വരണമെന്നില്ല. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എനിക്ക് ഒരു നിരന്തരമായ ഒരു കുറെ സീരിയസ് വേഷങ്ങൾ കഴിഞ്ഞ് ഒരു ലൈറ്റ് ഹാർട്ടഡ് വേഷം ചെയ്യണം, ഒരു ഹ്യൂമർ വേഷം ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെച്വേർഡ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ക്രൂവൽ, ഇതുവരെ സീരിയസ് ചെയ്തു, ഇനി ഒരു നെഗറ്റീവ് വേഷം ചെയ്യണം. ഇത് എനിക്ക് കിട്ടണം. കിട്ടിയാലല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ക്രിയേറ്റ് ചെയ്യാനുള്ള, ഞാൻ പണ്ടുതൊട്ട് അത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമുക്കുള്ള കൃഷി ഇടം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. മറ്റുള്ളവരുടെ കൃഷി നോക്കി നമ്മളിവിടെ അടുപ്പ് കത്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് ഞാനൊരു പ്ലാൻ ബി ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ സമയത്തിന് ഉണ്ടാക്കി തരുന്നൊരു മെഷീൻ അല്ലല്ലോ ഒരു തിരക്കഥ. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വീണ്ടും എന്താക്കി, കിട്ടുന്നത് വെച്ച് വീണ്ടും പോകാൻ തുടങ്ങി.
അപ്പം അങ്ങനെ വന്ന് സംഭവിച്ച ഒരു സിനിമയാണ് ഹലോ മമ്മി. അതെ. അത് കുറേ നാൾക്ക് ശേഷമായിരിക്കും ഒരു എന്റർടൈനർ പടം ഞാൻ ഇങ്ങനെ ഭാഗമാവുന്ന ഒരു പ്രോജക്റ്റ്. മലയാളത്തിലെ കോമഡി, ഇപ്പം കോമഡിയിലോട്ട് തിരിഞ്ഞുകൊണ്ട് പറയണം, മലയാളത്തിൽ കോമഡിയുടെ ഡെലിവറി പല കാലഘട്ടങ്ങളിലും പലതുപോലെയാണ്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പോലെയല്ല അതിന് ശേഷം വന്ന് 80കളുടെ അല്ല 90കളിൽ വന്നത്, 90കളിലല്ല 2000 വന്നത്. ഇപ്പോൾ എന്ത് കോമഡിയാണ് ക്ലിക്ക് ചെയ്യാറുള്ളത്? ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ ഈ പറഞ്ഞ 70കളിലെയും 80കളിലെയും 60കളിലെയും 70കളിലെയും 80കളിലെയും 90കളിലെയും കണ്ടിട്ടുണ്ട് പ്രേക്ഷകനുള്ളത്. അതെ. ഞാൻ പഴയ നമുക്ക് ഉം. ടി വിയിൽ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ വരുന്നതുകൊണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ബെഞ്ച് മാർക്ക് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ബെസ്റ്റ് ഹ്യൂമർ റെഫറൻസുകൾ നമ്മളുടെ പ്രിയൻ സാർ, ശ്രീനി സാർ, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വന്ന സിനിമകൾ. ഉം. ഹ്യൂമറിന്റെ ഉം. ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഉം. ബെഞ്ച് മാർക്ക് ഇതാണ് നമ്മൾ എത്താൻ ശ്രമിക്കേണ്ടതെന്നും. ഇന്നത്തെ ഹ്യൂമറിന് എനിക്കൊരു ബെഞ്ച് മാർക്ക് കിട്ടുന്നില്ല, എവിടെ ഒരു റെഫറൻസ് പോയിന്റ് കിട്ടുന്നില്ല. ചില യൂട്യൂബിലെ തമാശകൾ കാണുമ്പം ഭയങ്കര ചിരി വരും. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് മൊമെന്റിൽ 2 ഡയലോഗ് വെക്കുമ്പം കത്തിയില്ല. എനിക്ക് മനസ്സിലായില്ല. അത് എൻ്റെ കുഴപ്പമാണ്, അത് അവരുടെ കുഴപ്പമല്ല. ഉം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട് 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 പഠിക്കാൻ പറ്റുള്ളൂ. അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവ് ഈ കോമഡിയുടെ ടൈമിങ്ങിനെയോ അല്ലെങ്കിൽ കോമഡിയുടെ ഡെലിവറിയോ ബാധിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അത് സോഷ്യൽ മീഡിയയുടെ വരവിനേക്കാളും ജനറേഷൻ്റെ ഷിഫ്റ്റാണ്. അവരിന്ന് ആസ്വദിക്കുന്നത് നമ്മൾ ആസ്വദിച്ചതോ ഇൻ ബിറ്റ്വീൻ വന്നവരോ ആസ്വദിച്ചോ അല്ലല്ലോ. അവർ കാണുന്ന എക്സ്പോസ്ഡ് ആവുന്ന കാര്യങ്ങൾ അതല്ലല്ലോ. അപ്പം നമ്മളും അതുപോലെ എക്സ്പോഷർ കൂട്ടണം, എക്സ്പോസ്ഡ് ആവണം. അവരെന്ത് കാണുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ പ്രായത്തിലുള്ള കുറച്ച് കൂട്ടുകാരെ ആയിട്ട് ഒരു സഹവാസം വെക്കണം. അവർക്ക് ഇഷ്ടമുള്ള എൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ അതിനെ പറയാൻ, എൻ്റെ 10ാം ക്ലാസ്സിൽ ചിലപ്പം ഞാൻ അന്ന് വളരെ തൃപ്തനായിരുന്നു 4 മണിക്കൊരു ഒരു പപ്സും ഒരു നാരങ്ങ വെള്ളത്തിലും. അതെ. അല്ല, സ്വീറ്റ് പൊറോട്ടയും ആ സ്വീറ്റ് നാൻ എന്നൊക്കെ സ്വീറ്റ് നാൻ. പറഞ്ഞ്. അതെ. ഇന്നത്തെ അതേ ചെറുപ്പക്കാർക്ക് എന്താണ് അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് എനിക്ക് അറിയില്ല 4 മണിക്ക്. അപ്പൊ അതറിയണം. ഇന്ന് മറ്റേ ശ്രീനി സാറിന്റെ പ്രിയൻ സാറിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ ദുബായ് കാണാത്തോണ്ട് ദുബായ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റൂല. അതെ അതെ അത് അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഉണ്ട്. അത് നമ്മൾ പോയി പഠിക്കുക. ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു വ്യൂവിൽ അജുവിൻ്റെ പല മാനറിസങ്ങളും നമ്മുടെ പഴയ ഭാസിച്ചേട്ടൻ്റെ ഒരു മാനറിസത്തിൽ വരാൻ, അത് എൻ്റെ തോന്നലാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് അജുവിന് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഞാൻ എടുത്തിട്ടില്ല. കാര്യം അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതെ. ഡെഫിനറ്റ്ലി ശ്രീലത മാമും ബാസ് സാറും കൂടെ ഉള്ള അതെ. ഒരുപാട് കോമ്പിനേഷൻ സിനിമകൾ നസീർ സാറിന്റെ എത്ര പടങ്ങളാണ്. അപ്പം ഞാൻ ഇൻഫ്ലുവൻസ് എടുത്തേക്കുന്നത് ഇന്നസെന്റ് ഏട്ടനും ജഗതി ചേട്ടനും. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഫിസിക്കാലിറ്റിയിൽ എവിടെയോ ഒരു അതെ റിസംബ്ലൻസ് ഉണ്ട്, അതെ അതായിരിക്കും. അതുകൊണ്ടായിരിക്കാം. ഒരു ഡെലിവറി, അത് അല്ല, ഒരു ഡയലോഗ് ഡെലിവറി, അതിപ്പം കോമഡി ആയാലും ശരി, സീരിയസ് ആയാലും ശരി, എന്തായാലും ശരി, അത് ടൈമിങ്ങിലാണോ അല്ലെങ്കിൽ എക്സ്പ്രഷനിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? റിതം, ടൈമിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സ്പ്രഷൻസിന് ഇല്ല എന്ന് ഞാൻ പറയില്ല. ഉം. നമ്മൾ ജഗതി ചേട്ടന്റെ എത്രയോ അതെ, ഇന്നസെന്റ് അതെ. ചേട്ടന്റെ എത്രയോ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുക, അത് ഡെഫിനറ്റ്ലി അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഫസ്റ്റ് ബേസ് ആ ടൈമിങ്ങിൽ അതിന്റെ ഒരു എക്സ്പ്രഷൻ ആണെങ്കിലും ടൈമിങ് വരണം. അതെ അതെ അതെ. ടൈമിങ് ഇസ് പ്രൈമർലി റിതമാണല്ലോ, താളമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ വരുന്നത്. അതിപ്പം ഹ്യൂമറിന് മാത്രമല്ല കേട്ടോ, ഏത് ഡയലോഗാണ്? എന്തിനും. ഇമോഷൻ ആണെങ്കിലും താളം തെറ്റി കരഞ്ഞാ ചിരി വരും, അതെ അല്ലേ? അതെ അതെ അതെ. ഞാൻ എടുക്കുന്ന ഒരു സേഫ്റ്റി, ഇപ്പൊ ചില ഹ്യൂമർ ഗഗനചാരിയിൽ ഇറങ്ങിക്കഴിഞ്ഞു, സേഫ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി പറയാമല്ലോ. അപ്പോൾ ചില സീക്വൻസ് അതിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാര്യം അത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഇതേപോലെ ലെജൻഡറി ഒരാൾ ചെയ്തു വെച്ചതാ. അതിന്റെ ഇമിറ്റേഷൻ വേണ്ടാന്നും പറഞ്ഞു, എന്നാൽ അതേപോലെ വേണം. അതേപോലെ തോന്നിപ്പിക്കണം. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് എത്തൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമർ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ വളരെ ഫ്ലാറ്റ് ആയിട്ടങ്ങ് ചെയ്യാം. ഹ്യൂമർ തെറ്റിപ്പോയാൽ ഭയങ്കര പ്രശ്നം. ശരി. വളരെ നമ്മൾ സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞ ഹ്യൂമർ വരില്ലാതെ ഉള്ളൂ,
അത് ആർക്കും തട്ടുകേടില്ലാതെ അതെ അതെ പോയിക്കോളും. അതെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയിക്കോളും. അങ്ങനെയൊക്കെ ഞാൻ ഗഗനചാരി കുറച്ച് സേഫ്റ്റി എടുത്തു. അത് ശരി. പക്ഷെ ഇന്ന് അഭിപ്രായം വന്നപ്പോൾ 1-2 പേര് പറഞ്ഞു, അവിടെയൊക്കെ ചേട്ടന് ലൗഡ് ആവായിരുന്നു, കുറച്ചും കൂടെ ഓവർ ആക്കായിരുന്നു. മീൻസ് ഓവർ ആക്കായിരുന്നോ? അപ്പോൾ അവർ പറഞ്ഞു പറ്റുമായിരുന്നു. വിനീത് എന്നെ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷത്തില് ഇച്ചിരി അപ്സെറ്റ് ആയിരുന്നു. ഉം. ഞാൻ ഈ പിടുത്തം ഓ പേടിച്ചിട്ടേ ഈ റിവ്യൂവേഴ്സിന്റെയും അത് ശരി. ട്രോളൊക്കെ പേടിച്ചിട്ട് ഞാൻ ഈ ഇളക്കമൊക്കെ ഒന്ന് കുറച്ചു. അത് ശരി. അപ്പൊ വിനീത് കട്ട് വിളിച്ചിട്ട് ഞാൻ വന്നിരിക്കുമ്പം ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ട് വിനീത് പറയും, ഇതെന്താ അവിടെ തരാത്തെ? അത് ശരി. അപ്പൊ ഞാൻ പറയും, അവിടെ ചെല്ലുമ്പോ എനിക്ക് അശ്വന്ത് ഗോകിനൊക്കെ മനസ്സിൽ വരും. അപ്പൊ അത് ശരി. അവൻ പറഞ്ഞു, എടാ അത് കുഴപ്പമില്ല, ട്രോൾ ചെയ്താ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് വേറെ സിനിമ. ട്രോളാവുന്നത് എന്നെയല്ലേ അത്. പക്ഷെ പുള്ളി ഭയങ്കര തുടക്കത്തിൽ, എന്നിട്ട് ഒരു ദിവസം ഞാൻ എന്നാ ശരി അതൊക്കെ വിട്ടിട്ട് ഒരു ഹോസ്പിറ്റൽ സീന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് സാറ്റലൈറ്റ് ഡീലൊക്കെ നടന്നിട്ട് ഷോ കാണിക്കുന്ന ഒരു സാധനം ഞാൻ വിചാരിച്ചു അങ്ങ് ഇളക. പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു. അത് ശരി. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് നീ വളരെ നന്നായി. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. അത് ശരി. കാര്യം പുള്ളിയുടെ നിന്ന് കിട്ടുമ്പോൾ അത് അതെ അതെ. വളരെ വാല്യുബിൾ അതെ. ആയിരിക്കും. തിയേറ്ററിൽ പക്ഷേ ചേട്ടാ അത് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത് അവിടുത്തെ ആ റെസ്പോൺസ് സീനിലെ റെസ്പോൺസ് എന്നെ ആക്ച്വലി ഞെട്ടിച്ചു. അപ്പം ഞാൻ വീണ്ടും കൺഫ്യൂസ് ആയി. ചേട്ടാ ഇതിപ്പം ഇളക അത് ത്രൂഔട്ട് ഉണ്ടാവും. ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അത് ആർക്കാണ് ഉറപ്പ് പറയാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഡൗട്ടായി. ഇപ്പം വളരെ നമ്മളെ ഞെട്ടിച്ച് ഹ്യൂമർ ചെയ്തിട്ടുള്ള ജഗദീഷ് ഏട്ടനോട് ഇപ്പൊ ചോദിച്ചാലും അദ്ദേഹവും ഈ ഒരു കൺഫ്യൂഷൻ പറയാം. ഉണ്ടാവും തീർച്ചയായും. സലീം ഏട്ടൻ പറയാം. സുരാജ് ഏട്ടനോട് ഞാൻ ചോദിക്കാറ്, സുരാജ് ഏട്ടൻ അതെ കൺഫ്യൂസ്ഡ് അതെ ആവുന്ന അതെ മൊമെന്റ്സ് എന്നോട് അതെ. പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എവറി ആക്ടർ ഹാസ് ലിറ്റിൽ ആ കൺഫ്യൂഷൻ നല്ലതുമാണ്. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ പോകുന്നതിനേക്കാളും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ സിനിമ, അല്ലെങ്കിൽ ഏത് ജോണറിലാണ് ഈ സിനിമ, അല്ലെങ്കിൽ ആർക്കാണ് ഈ സിനിമ കാണാൻ ഇഷ്ടപ്പെടുക? ഹലോ മമ്മി എല്ലാവർക്കും ആവേശം, ഉം. യുവാക്കളും ഉം. ഫാമിലി എൻജോയ് ചെയ്താ. ഉം. എല്ലാരും യുവാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഫാമിലിയും എൻജോയ് അതെ ചെയ്ത അതെ പടം. അതെ പറക്കും തളിക, അതെ. അതെ അത് സ്ലാപ്സ്റ്റിക്കിന്റെ വേറെ ലെവൽ ആ. സാധനമാണ്. അപ്പൊ അത് ഇതില് അതുണ്ട്. ഇപ്പൊ ഹൊറർ പറയാനാണെങ്കിൽ അടികപ്പേരെ ഉം. കൂട്ടമണി അതിൽ ഹൊറർ ഉണ്ട്. എല്ലാരും ചെറുപ്പക്കാരും ഇതങ്ങനെ എല്ലാ പ്രായത്തിനും ഉള്ളത് ഷറഫ് തന്നിട്ടുണ്ട്. അതെ. പലപ്പോഴും സിനിമയാണ്, ലൊക്കേഷനാണ്, ആക്ഷൻ പറഞ്ഞ് ഡയലോഗ് ഡെലിവറി നടത്തുന്നതാണ്. ഈ റീടേക്കുകൾ എടുക്കുന്നത് ഈ കോമഡി ആ സമയത്ത് പറയുന്നതിനെ ബാധിക്കും? രണ്ട് ആംഗിൾ ഉണ്ട് ചേട്ടാ. ഇപ്പൊ ഞാനൊന്നും അങ്ങനെ ട്രെയിൻഡ് ആക്ടേഴ്സ് ഉം. അല്ലാത്തതുകൊണ്ട് ചിലപ്പം ഇമ്പ്രൂവ് ആവും. മോർ റീടേക്സ് കുറച്ചും കൂടി ഒരു പെർഫെക്ഷനിലോട്ട് എത്തിക്കാം. ഉം. ചില ഇൻവോളണ്ടറി ആയിട്ടുള്ള ജസ്റ്റേഴ്സിന് ചിലപ്പോൾ ഫസ്റ്റ് ടേക്ക് ചിലപ്പോൾ രസമുണ്ടാവും. കൈന്നിട്ട സാധനം അല്ലേ? കയ്യിൽ നിന്ന് ഇപ്പൊ ഒരു ഞെട്ടൽ, ആന്റിസിപ്പേഷൻ ഉം. ഉണ്ടാവില്ല. ഉം. ഉം. ഫസ്റ്റ് ടേക്കിൽ കുറവായിരിക്കും. സെക്കൻഡും തേർഡും ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം അത് ആന്റിസിപ്പേറ്ററി ആക്ടിങ് ആയി മാറും. അപ്പൊ അത് ബാലൻസ് ചെയ്യണം. റീടേക്ക് ഉണ്ടെങ്കിലും അത് ഒരു ആക്ടർ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ വീണ്ടും ഗംഭീര സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ. നായകപടം ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പറ്റുകയാണെങ്കിൽ ചെയ്യാം. എനിക്ക് ആഗ്രഹം കുറവല്ലേ, പ്രൊഡ്യൂസർമാര് നഷ്ടത്തിൽ പോരുന്നത്, അത്രേ ഉള്ളൂ. താങ്ക് യു അജി, താങ്ക് യു സോ മച്ച്.